നിങ്ങൾക്ക് എന്തൊരു കേൾക്കണം? ഞാൻ പറയണത് സമാധിയെ പറ്റി മാത്രം പറഞ്ഞാൽ മതിയല്ല. അതിൽ പല വിവാദങ്ങൾ പറയുന്നു. എന്തൊരു വിവാദം പറയും നിങ്ങൾ? പിന്നെ മരിച്ചു കഴിഞ്ഞ് കൊണ്ടുവച്ചതാണോ? മരിച്ചെന്ന് ഞാൻ ആര് പറഞ്ഞു? മരിച്ചെന്ന്? അതും ഇങ്ങോട്ട് വരണം. നമ്മൾ ഇത്രയും നേരം ക്വസ്റ്റ്യൻ ഇല്ല ആൻസർ പറഞ്ഞുകൊണ്ടിരുന്നു. മനസ്സിലായോ? ഇനി ക്വസ്റ്റ്യൻ പേപ്പർ വേണം, എഴുതണം. അല്ല, നിങ്ങൾ ചോദിക്കണം, ഇനി എഴുതണം. നമുക്ക് മരിച്ചെന്ന് ഇനി ആര് പറഞ്ഞു? ഒരിക്കലും ഇല്ല, സഹകരിക്കാൻ പറ്റില്ല. അതിന് മരിച്ചില്ലല്ലോ, മരിച്ചില്ലല്ലോ. സംശയമുള്ളതുകൊണ്ട് നാട്ടുകാരെ നാട്ടുകാരെ ഇനി കൊണ്ടുവരണം. നമുക്ക് കൊണ്ടുവരണം. നാട്ടുകാർ പൊളിച്ച് പോസ്റ്റ്മോർട്ടം നടത്തണം എന്നാണ് പോലീസ് പറയുന്നത്. എന്താണ് അമ്മയ്ക്ക് പറ്റൂല. സമാധി 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 ഈ മരിച്ചു എന്ന് പറഞ്ഞ നാട്ടുകാരെ ഇപ്പം കൊണ്ടുവരണം. നിങ്ങളാണ് ആണുങ്ങൾ. മരിച്ചു കൊണ്ടുവന്ന നിങ്ങൾ ക്വസ്റ്റ്യൻ, ഞാൻ ആൻസർ പറയാം. നിങ്ങൾ ക്വസ്റ്റ്യൻ ഞാൻ ഈ 2025 അങ്ങോട്ട് പൊട്ടി പുലർന്നതോടുകൂടി മലയാളികൾക്കൊക്കെ ഭയങ്കര ഗിഫ്റ്റാണ് കിട്ടിയിരിക്കുന്നത്. ആ ഗിഫ്റ്റ് എന്താണെന്നായിരിക്കും നിങ്ങളൊക്കെ നോക്കുന്നല്ലേ? ഇപ്പൊ പറഞ്ഞുതരാം. ഏത് ഒരു മുക്കിലും മൂലയിലും കേരളത്തിൽ നമ്മൾ ഒന്ന് അന്വേഷിച്ചാൽ, അല്ലെങ്കിൽ ഏതൊരു കരിയില എടുത്ത് പൊക്കി നോക്കിയാലും നമുക്ക് അവിടെ ഒരു കൊച്ചു ദൈവത്തെ കാണാൻ പറ്റുന്ന ഒരു നാടാണ് നമ്മുടെ ഈ കൊച്ചു കേരളം. ഇവിടെ ആൾ ദൈവങ്ങളും അല്ലാതെയൊക്കെ ആയിട്ട് ദൈവങ്ങളുടെ ഒരു ഭയങ്കര കൂട്ടപ്പൊരിച്ചിലുള്ള ഒരു നാട്ടിൽ ഇപ്പോൾ പുതിയൊരു ദൈവം കൂടി അവതരിച്ചിരിക്കുകയാണ്. അതാരാന്നായിരിക്കും നിങ്ങളിപ്പോൾ അന്വേഷിക്കുന്നത്? അതെ, നമ്മുടെ ഈ ആനുകാലികമായിട്ട് ഇപ്പോൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന, ട്രോളിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി കഥാപാത്രമാണല്ലോ നെയ്യാറ്റിൻകര ഗോപന്റെ സമാധി. ആളടിച്ചു പോയതാണ്, പക്ഷേ പുള്ളിക്കാരന്റെ വീട്ടുകാരെല്ലാം കൂടെ ചേർന്ന് അദ്ദേഹത്തെ അങ്ങോട്ട് സമാധിയാക്കി. ഇപ്പൊ ഗോപന്റെ മോൻ പറയുകയാണ്, നെയ്യാറ്റിൻകര ഗോപന്റെ പേരിൽ ഒരു ക്ഷേത്രം അവിടെ പണിയാൻ പോവാന്ന്. ചെറിയ ക്ഷേത്രമൊന്നുമല്ല, ഗംഭീര സാധനം അവിടെ പണിയാൻ പോവാന്ന്. പിന്നെ ഈ നെയ്യാറ്റിൻകര ഗോപന്റെ മോനുണ്ട് രാജസേനൻ. അപ്പൊ ഈ രാജസേനൻ പറയാണ്, എൻ്റെ അപ്പൻ ഗോപൻ ഒരു സ്വാമിയല്ല, പുള്ളി ദൈവമാണടാ, ദൈവം. അപ്പൊ മനസ്സിലായില്ലേ? നിങ്ങൾക്ക് അഭിമാനിക്കാം, പുതിയൊരു ദൈവത്തെയും കൂടി കിട്ടുക. എന്തൊരു കഷ്ടമല്ലേ ഈ 21-ാം നൂറ്റാണ്ടിൽ മനുഷ്യന്മാര് ഇത്രയും പരിഷ്കൃത സമൂഹത്തിൽ ജീവിച്ച്, ശരിക്കും പറഞ്ഞ ഉടുത്ത തുണി പോലും അഴിച്ചിട്ട് വേറെ മാറി ഉടുക്കാൻ നേരമില്ലാത്ത ഈ കാലഘട്ടത്തിലാണ് ഇങ്ങനെയൊക്കെ ഈ മണ്ടത്തരവും പറഞ്ഞുകൊണ്ട് ആൾക്കാർ വരുന്നതെന്ന് നോക്ക്. ഒന്ന് ചിന്തിച്ചു നോക്കി. ഉള്ള ദൈവങ്ങളെ പോലും ഇവിടെ ആരാധിക്കാനും പ്രാർത്ഥിക്കാനും മനുഷ്യന്മാർക്ക് നേരം കിട്ടുന്നില്ല. അപ്പൊ കാണാം പുതിയൊരു ദൈവം കൂടി ഒന്ന് അവതരിച്ചിരിക്കുന്നു. നമ്മൾ ഈ ജീവിക്കുന്ന 2021 ഒരു മോഡേൺ യുഗത്തിലാണെന്നുള്ള കാര്യമൊക്കെ ഈ നെയ്യാറ്റിൻകര ഗോപന്റെ വീട്ടുകാർക്ക് എനിക്ക് തോന്നുന്നില്ല, ആരും പറഞ്ഞു കൊടുത്തിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ അവർക്കറിയത്തില്ലേ എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇത്രയും മനുഷ്യന്മാർ ഇത്രയും പുരോഗമനമായിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ എങ്ങനെ ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ പറ്റുന്നു? ഒരു വ്യക്തി മരിക്കുന്നു, ആ വ്യക്തിയെ പിടിച്ചിരുത്തി സമാധിയാണെന്നും പറഞ്ഞുകൊണ്ട് ഒരു കല്ലറയും പരിപാടിയൊക്കെ പണിത് അവിടെ പ്രതിഷ്ഠിക്കുന്നു. പിന്നെ അതിന് പുതിയൊരു മാനം കൊടുക്കുന്നു, അവിടെ അമ്പലം പണിയുമെന്ന് പറയുന്നു, അദ്ദേഹം ദൈവമാണെന്ന് പറയുന്നു. എന്തൊരു മണ്ടത്തരമാണ് ഈ പറഞ്ഞു കൂട്ടുന്നതെന്നുള്ളതാണ് മനസ്സിലാവുന്നില്ല. ഇതൊക്കെ മനുഷ്യന്മാർ അംഗീകരിക്കുമോ? അല്ലെങ്കിൽ മനുഷ്യന്മാർ കേട്ട് കഴിഞ്ഞാൽ ഇതിനെ ഏത് സെൻസിൽ എടുക്കുമെന്ന് പോലും ചിന്തിക്കാനുള്ള ബോധമില്ലാത്ത എന്തൊരു അപരിഷ്കൃതമായിട്ടുള്ള, അല്ലെങ്കിൽ എനിക്ക് പറഞ്ഞ ഈ ശിലായുഗത്തിലെ ആൾക്കാർ ചിന്തിക്കുന്ന പോലെ അത്തരം രീതിയിൽ ഈ നിലവാരമില്ലാത്ത ചിന്തയാണ് നെയ്യാറ്റിൻകര ഗോപന്റെ ആൾക്കാർ. അയാളൊരു പിടിച്ച മനുഷ്യൻ, അയാളെ എന്ത് ചെയ്തതാണെന്ന് ആർക്കറിയാം? നാട്ടുകാരൊക്കെ പറയുന്നത് ഇയാളെ തല്ലിക്കൊന്നാണെന്ന് വരെ പറയുന്നുണ്ട്. തല്ലിക്കൊന്ന് പിടിച്ച് കുത്തിയിരുത്തി അങ്ങനെ അദ്ദേഹം ഇരുന്ന ഇരിപ്പിൽ സമാധിയായി എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. ഈ നാട്ടുകാർ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹത്തെ തല്ലിക്കൊന്നയാണെന്നാണ് പറയുന്നത്. വീട്ടുകാർ പറയുന്നതെന്ന് പറഞ്ഞാൽ ഇദ്ദേഹം കുത്തിയിരുന്ന് സമാധിയായി എന്നാണ് പറയുന്നത്. നെഞ്ചിൽ നിന്നോട് തുടുപ്പുണ്ടായിരുന്നു എന്തൊക്കെയോ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ എന്താ പറയുന്നത്, കാശുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിപാടിയാണല്ലോ. അവിടെ ഒരു അമ്പലമൊക്കെ പണിത് കഴിഞ്ഞാൽ ഈ ആചാരത്തിന്റെ, ഹിന്ദു ആചാരത്തിന്റെ പേരും പറഞ്ഞുകൊണ്ട് മുതലെടുപ്പ് നടത്തുന്നതായിട്ടാണ് എനിക്ക് മനസ്സിലായത്. അല്ലെങ്കിൽ ബുദ്ധിയുള്ള ഓരോരുത്തർക്കും മനസ്സിലാക്കാൻ വേണ്ടി പണിയെടുക്കാണ്ട്
പണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സെറ്റപ്പ്. അതിന് സ്വന്തം അപ്പനെ വരെ തല്ലിക്കൊന്ന് ഇരുത്തി സമാധിയാക്കി പിന്നെ അത് മുഴുവനും നടന്ന് പ്രചരിപ്പിച്ച് ഇപ്പൊ പറഞ്ഞുകൊണ്ട് നടക്കുന്ന അപ്പൻ ദൈവമാണെന്നാണ്. ദൈവത്തെ കാണാൻ വേണ്ടി ഒരുപാട് തീർത്ഥാടകർ വരുന്നുണ്ടെന്നാണ് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ദൈവത്തെ കാണാൻ വേണ്ടി പോയ തീർത്ഥാടകരൊന്നും അല്ല. ഇതെന്താ സംഭവം എന്നറിയാൻ വേണ്ടിയിട്ട് ആൾക്കാർ പോയതാ. ഇപ്പൊ നമുക്കറിയാലോ, നമ്മുടെ ഈ കാലഘട്ടം എന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയയുടെ കാലഘട്ടമാണ്. എന്തൊരു ചെറിയ കാര്യം ആയിക്കോട്ടെ, അത് സോഷ്യൽ മീഡിയയിൽ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് അത് വൈറലാവേണ്ടതാണെങ്കിൽ വൈറലാവും. വൈറലായി ഈ വിഷയം നടന്ന നെയ്യാറ്റിൻകരയായിട്ട് ബന്ധപ്പെട്ട് ചുറ്റിപ്പറ്റി കിടക്കുന്ന ആൾക്കാരൊക്കെ എന്ത് ചെയ്യും, ഈ സ്ഥലം ഒന്ന് പോയി കണ്ടതാണ്. ഇപ്പൊ കണ്ടു കഴിഞ്ഞപ്പോ അങ്ങനെ ചെന്ന ആൾക്കാരെ എല്ലാം കൂടെ കൂട്ടി ഇതൊരു തീർത്ഥാടകരും ഭക്തരും ഒക്കെ ആക്കിക്കൊണ്ട് ഈ ഗോപനെ ആരാധിക്കാൻ ചെന്ന ആൾക്കാരെന്നുള്ള ആ ഒരു രീതിയിലേക്ക് കാര്യങ്ങളെ അങ്ങോട്ട് മാറ്റി ചിന്തിക്കാൻ ഈ ഗോപന്റെ മകനായിട്ടുള്ള രാജസേനനും ഗോപന്റെ ഭാര്യയൊക്കെ ഉരുമ്പിട്ടിറങ്ങിയേക്കാണെന്നാണ് മനസ്സിലാക്കിയത്. ഇവിടെ കണ്ണടച്ച് ഇരുട്ടാക്കിയാൽ നിങ്ങൾക്ക് മാത്രമേ ഇരുട്ടാകുള്ളൂ, പൊതുജനങ്ങൾക്ക് ഇരുട്ടാവത്തില്ല. എന്തൊരു കഷ്ടമാണ് അയ്യേ. അപ്പൊ ഇത്തരം ആൾക്കാരെ എല്ലാം കൂടെ കൂട്ടിയിട്ട് ഇത് ഭക്തജനങ്ങളാണെന്നും ഇവിടെ ഏതാണ്ട് വലിയ ദിവ്യ ശക്തി ഉണ്ടെന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് അവിടെ ഒരു അമ്പലമൊക്കെ ഉണ്ടാക്കി പുതിയ സെറ്റപ്പും ആരാധനയൊക്കെ ആയിട്ട് അങ്ങോട്ട് ശിഷ്ടകാലം പണിയെടുക്കാണ്ട് ജീവിക്കാം എന്നുള്ള ഒരു ദുർമോഹമാണ് ഇവരുടെ മനസ്സിലുള്ളത്. ഇനി അവിടെ എന്തോ ലിംഗം സ്ഥാപിക്കണമെന്ന്, എന്ത് ലിംഗമാണോ ഇനി അവിടെ സ്ഥാപിക്കാൻ പോകുന്നതെന്ന് ആർക്കറിയാം. ഭയങ്കര ശക്തിയുള്ള സ്ഥലമാണെന്ന്. എന്ത് ശക്തിയാണ്? അയാളെ തല്ലിക്കൊന്ന് അവിടെ ഇരുത്തി, അയാളിപ്പം എല്ലാം പുഴുവരിച്ച് എല്ലും കഷ്ണമായിട്ടുണ്ടാവും. ദൈവമൊക്കെ ആണെന്നുണ്ടെങ്കിൽ ദൈവത്തെയൊക്കെ പിടിച്ച് കല്ലറയ്ക്കകത്താണ് ഇരുത്തുന്നത്. ഒരു കല്ലറയ്ക്കകത്ത് ഇരുത്തി സമാധിയാക്കി എന്നും പറഞ്ഞുകൊണ്ട് അവിടെ പിടിച്ചിരുത്തിയാൽ ഇരിക്കുന്നതാണോ ദൈവം? ദൈവത്തിനൊക്കെ കൊടുക്കുന്ന ഓരോ നിർവചനങ്ങളെ ചിരിക്കാതെ വേറെ തരവില്ല എന്നുള്ളതാണ്. ഈ തലമുറയിൽ ആരും അതൊന്നും മൈൻഡാക്കൊന്നുമില്ല. ഈ തലമുറയിലെ ഒരു കുഞ്ഞുങ്ങൾ പോലും ആ ഭാഗത്തൊക്കെ തിരിഞ്ഞു നോക്കത്തില്ല. മണ്ടനെ വല്ല പിടിച്ച് ചെങ്ങലക്കിടാനായിരിക്കും അവിടുത്തെ പിള്ളേരും നാട്ടുകാരും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. നാട്ടുകാരൊന്നും ഇതിനൊന്നും സപ്പോർട്ട് ആകത്തില്ല. കാരണം പറയാ ഈ വെറും കൂതറ സംസ്കാരമുള്ള ടീം ആയിരിക്കും ഇത്. അത്രയും കൂതറ സംസ്കാരം ആയതുകൊണ്ടാണ് ഇങ്ങനെയുള്ള പരിപാടിയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരു മനുഷ്യരെ പിടിച്ച് തല്ലിക്കൊന്നു എന്നാണ് പറയുന്നത്, നമുക്കറിയത്തില്ല. അത് കേസ് അന്വേഷണവും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. സമാധിയായെന്ന് പറയുന്നു. നാട്ടുകാരാണ് പറയുന്നത്. നാട്ടുകാരുടെ ഈ ഒരു അഭിപ്രായത്തിലാണ് പോലീസ് കേസെടുത്ത് അതിനകത്ത് ഇപ്പൊ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നത്. ആ പ്രശ്നം ഇപ്പൊ കോടതിയിലാണ് ഉള്ളത്. പക്ഷെ ആ കോടതിയിൽ ഇരിക്കുമ്പോൾ തന്നെയും അതിന്റെ പേരും പറഞ്ഞുകൊണ്ട് അദ്ദേഹം ആ മരിച്ച വ്യക്തിയുടെ പേരും പറഞ്ഞുകൊണ്ട് അവിടെ ഒരു ദുരാചാരം കെട്ടിപ്പടുത്താൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒരു അന്ധവിശ്വാസത്തിന്റെ പേരിൽ, അല്ലെങ്കിൽ മൂഢമായ വിശ്വാസത്തിന്റെ പേരിൽ അവിടെ ഒരു അമ്പലം പണിയാൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിനെ ഹിന്ദു ആചാരത്തെ കൂട്ടുപിടിക്കുക. ഈ ഹിന്ദു ആചാരം എന്താന്ന് പോലും ഇവർക്ക് ഒരുപക്ഷെ അറിയത്തുണ്ടാവില്ല. ഇങ്ങനെയൊക്കെ ഉള്ള ആൾ ദൈവങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതും ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഈ ഹിന്ദു ആചാരത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊന്നും അല്ല. ഏറ്റവും വലിയ കോമഡി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇദ്ദേഹത്തിന്റെ മകൻ പറഞ്ഞല്ലോ, രാജസേനൻ എന്നാണ് അവന്റെ പേര്. അവൻ പറഞ്ഞല്ലോ, ആ മണ്ടനാണ് ഇപ്പൊ പറഞ്ഞുകൊണ്ട് നടക്കുന്നത്, എൻ്റെ അച്ഛൻ ഗോപസ്വാമി അല്ല, എൻ്റെ അച്ഛൻ ദൈവമാണ്. അതേ ഈ മണ്ടനാണ് അവിടെ പോയിട്ട് നെയ്യാറ്റിൻകര നഗരസഭയിൽ പോയിച്ചിരിക്കുന്നത്. എൻ്റെ അച്ഛൻ്റെ മരണ സർട്ടിഫിക്കറ്റ് വേണം. എടാ, ഏത് ദൈവത്തിനാണ് അവിടെ മരണ സർട്ടിഫിക്കറ്റ് ഉള്ളത്? ദൈവമൊക്കെ മരിക്കുമോ? എന്തൊരു ലോക കോമഡിയാണെന്നറിയോ? ഇപ്പൊ നിയമത്തെ നേരിടാൻ വേണ്ടിയിട്ട് മരണ സർട്ടിഫിക്കറ്റും ചോദിച്ചുകൊണ്ടിരിക്കും. നെയ്യാറ്റിൻകര നഗരസഭ എന്ത് ചെയ്തെന്നറിയോ? അതിന് നേരെ അങ്ങ് ചെക്ക് വെച്ച്. അപ്പൊ ലോക കോമഡി എന്ന് പറയുമ്പോൾ ലോക മരണ കോമഡി ആയിപ്പോയി ഈ നെയ്യാറ്റിൻകര ഗോപന്റെ ഈ മരണത്തോടനുബന്ധിച്ച് പിന്നീട് ഇങ്ങോട്ടുള്ള ഊഹാഭോഗങ്ങളും വാദവിവാദങ്ങളും ഒക്കെ. ദൈവമായെന്ന് സ്വയം അയാൾ പ്രഖ്യാപിച്ചിട്ടൊന്നും ഉണ്ടാവില്ല, അദ്ദേഹത്തിന്റെ മോൻ അങ്ങോട്ട് പ്രഖ്യാപിച്ചു. എന്നിട്ട് ഇപ്പൊ നഗരസഭയെ ഓടിയടക്കുക ദൈവത്തിന്റെ മരണ സർട്ടിഫിക്കറ്റും ചോദിച്ചുണ്ട്. ചിരിക്കാതെ വേറെ രക്ഷയില്ല. നെയ്യാറ്റിൻകര നഗരസഭ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നെയ്യാറ്റിൻകര നഗരസഭ പറഞ്ഞത് കോടതിയിൽ ഇരിക്കുന്ന വിഷയമാണ്. നിങ്ങളുടെ ദൈവവും ഭൂതവും പിശാചും ഒക്കെ അത് വേറെ, അതവിടെ ഇരിക്കട്ടെ. പക്ഷെ ഇത് അന്വേഷണം അവിടെ നടന്നുകൊണ്ടിരിക്കുന്നതാണ്. അതുകൊണ്ട് ഞങ്ങൾ മരണ സർട്ടിഫിക്കറ്റ് തരത്തില്ല. ഇന്നത്തെ തലമുറയൊന്നും ഇതിനെ പൂച്ഛിച്ച് തള്ളുമായിരിക്കും. സോഷ്യൽ മീഡിയയിലൊക്കെ വരുന്ന ആ ട്രോളൊക്കെ കണ്ടാൽ തന്നെ മനസ്സിലാവും എന്തൊരു ബോധമില്ലാത്ത മനുഷ്യന്മാരെ. ഇത്തരം അന്ധവിശ്വാസങ്ങളെയൊക്കെ ഇപ്പോഴും പ്രോത്സാഹിപ്പിക്കുന്ന ഒരു കൂട്ടം നമ്മുടെ കേരളത്തിലൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ ഇവരെയൊക്കെ വിറ്റ് കാശാക്കാൻ വേണ്ടിയിട്ടാണ് ഈ
നെയ്യാറ്റിൻകര ഗോപന്റെ സമാധിയെ കൊണ്ടുവന്ന് ഇപ്പൊ സ്ഥാപിച്ച് അവിടെ അമ്പലം പണിത് അദ്ദേഹത്തെ ദൈവമായിട്ടൊക്കെ ഇരുത്താൻ വേണ്ടി പോകുന്നു. ഇനി എന്തൊക്കെ കാണണം നമ്മുടെ ഈ നാട്ടിൽ? ഇനി എത്ര ദൈവങ്ങളാണ് ഇതിന്റെ പുറകാലെ വരാൻ പോകുന്നതെന്നൊന്നും നമുക്ക് അറിയത്തില്ല. ഇനി നെയ്യാറ്റിൻകര ഗോപന്റെ ഈ ഒരു ദൈവപ്രഖ്യാപനത്തിന് ശേഷം ഇനി അടുത്ത ആരാന്നുള്ള ഒരു ആകാംക്ഷയോടെയാണ് കേരളം കാത്തിരിക്കുന്നത്. ദൈവങ്ങളെ കൊണ്ട് തട്ടിയിട്ടും മുട്ടിയിട്ടും നടക്കാൻ പറ്റാത്തൊരു നാടായി നമ്മുടെ കൊച്ചു കേരളം മാറിയിരിക്കുന്നു. ഇത്രയും പരിഷ്കാരവും പുരോഗമനവാദവും വിദ്യാഭ്യാസവും ഒക്കെ ഉള്ള നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ തന്നെയാണ് ഇത്തരം സംഭവങ്ങൾ നടക്കുന്നതെന്നറിയുമ്പോൾ മൂക്കത്ത് വിരൽ വെച്ചുകൊണ്ട് വിശ്വാസങ്ങളെ നഖശികാന്തം എതിർത്തുകൊണ്ട് ഇത്ര ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും ഒക്കെ അടിച്ചു വാരിക്കൂട്ടി പള്ളയിലെറിഞ്ഞു കളയണം എന്നുള്ള ഉറച്ച പ്രഖ്യാപനത്തോടെയും ഞാൻ എൻ്റെ ഈ കൊച്ചു വീഡിയോ ഒന്ന് വിരമിക്കുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കാം, അതേപോലെ ഒന്ന് ഷെയർ ചെയ്തേക്കാം. തൊട്ടടുത്ത ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടും. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുമ്പോൾ